ഗൈസ് ഞാൻ തിരിച്ച് നാട്ടിൽ പോവാണേ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. ചുട്ടു പൊള്ളണ വെയിലാണ്. പിന്നെ അവിടെ എത്തുമ്പോൾ ഇപ്പോഴേ കരിക്കട്ട കോലാമെന്നാണ് തോന്നുന്നത് കേട്ടോ. അത്രയും ചൂടാ മൊത്തം. പൊന്നെ ചൂടത്തുനിന്നുള്ള ആകെ ഒരു ആശ്വാസം നാട്ടിലെത്തുമ്പോൾ മഴയാണ് കേട്ടോ. നാട്ടിലും മഴയില്ല എന്നാ പറഞ്ഞത്. പൊന്നെ ചൂട് പൊള്ളി പോകണ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇതാണ്. വലിയ മരങ്ങൾ, ഈ പോകുന്ന വഴിയിൽ സൈഡിൽ മാത്രം കുറച്ച് മരങ്ങളുണ്ട്. പിന്നെ നമുക്കങ്ങ് ബസ്സിന് പോകാം. ബസ്സിനാകുമ്പോൾ ടിക്കറ്റൊന്നും വേണ്ട. പിന്നെ അല്ല, ബസ് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ബസ് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഷെയർ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 20 രൂപയ്ക്ക് നമുക്ക് ചെന്നൈ സെൻറ്ററിലെത്താൻ പറ്റും ഗൈസ്. ബാഗും എല്ലാതും കൂടി എന്നുകൊണ്ട് നടക്കാനും ബുദ്ധിമുട്ട് ഈ ചൂടത്തെ. പോലെ തലയിൽ ഇപ്പം വല്ല പപ്പടം വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചു പോകും, അത്രയും ചൂടാ. ചെറിയൊരാശ്വാസം മരത്തിൻ്റെ ചില്ലയില, മരത്തിൻ്റെ അടുത്തെത്തുമ്പോഴേ ചെറിയൊരാശ്വാസം. അവനുമ്പോൾ ഇവിടെയൊക്കെ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് നമുക്ക് ആകെ ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വൈകിട്ടാണ് ട്രെയിൻ എന്നുണ്ടെങ്കിൽ നല്ല തണലത്ത് കൂടെ നടക്കായിരുന്നു. ഇത് നട്ടുച്ചയ്ക്ക് ട്രെയിനായ കാരണേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. ഇവിടെയൊക്കെ പിന്നെ കുറച്ചൊരു മരത്തിൻ്റെ ഇതുണ്ട് കേട്ടോ. അതൊന്നും വലിയ കുഴപ്പമില്ല. ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം കിട്ടി കുറച്ച്. ഇടയ്ക്കൊരു വെയിൽ ഒന്നര സഹിക്കാൻ പറ്റില്ല. അയ്യോ, അവിടെ മെട്രോൻ്റെ പണിയാന്ന് തോന്നുന്നു കേട്ടോ. മെട്രോൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് കേട്ടോ. റോട്ടയിൽ വേസ്റ്റ് വെച്ച കാരണം തണല് പിടിച്ച് നോക്കി പിടിച്ച് നടന്നതാണ്. പക്ഷെ വേസ്റ്റിൻ്റെ സ്മെല്ല് കാരണം സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയാണോ ഞാവൻപഴം കേട്ടോ. ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഞാവൻപഴം, ഭയങ്കര കുഞ്ഞു ഞാവൻപഴം കേട്ടോ. ചൂടുകൊണ്ടാണ് തോന്നുന്നു. ചൂടുണ്ടാകുമ്പോഴാണല്ലോ ഞാവൻപഴം ഉണ്ടാവാറ്. ആ കാണുന്ന സിഗ്നലിലാണ് നമുക്ക് ബസ് കേട്ടോ. അതുപോലെ ട്രാഫിക്കായി തുടങ്ങി. ഇവിടുത്തെ മെയിൻ വിഷയം തന്നെ ട്രാഫിക്കാണ് ഗൈസ്. നമ്മളെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. വരണ വെയിൽ ഒരു പയ്യൻ പാവം ബൈക്കുമെന്ന് വീണു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ വരണം. അയ്യോ, ഇപ്പോൾ ഒരു ബസ് അങ്ങ് പോയി. ബസ് സ്റ്റോപ്പിൽ എന്നിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഗൈസ് ബസ്സിന് വേണ്ടി. ഇതട്ടോ കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ഞാവൻപഴം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണേ ഗൈസ്. ഞാവൻപഴം വാങ്ങിയിട്ടോ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴായാലും ചൂട് ഒഴിഞ്ഞ സ്ഥലമായ കാരണേ ഭയങ്കര ചൂടാണ്. പോകണ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. ടൈം ഇപ്പോൾ 1 മണി കഴിഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്ക് കയറിയതാണ്. നല്ല നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ടൈം നോക്കൂ ഗൈസ്, 1:15. നേരെ വണ്ടി ലേറ്റായി. ഉറങ്ങിപ്പോയാ? വീട്ടിലെത്തിട്ടോ അച്ഛൻ ഇതൊക്കെ കാത്തുനിന്ന് അച്ഛൻ ഗേറ്റ് തുറന്നു തരുവാണ്, ഗ്രില്ല് തുറന്നു തരുവാണ് ഗൈസ്. നേരം 1:15. അച്ഛൻ ആരാന്ന് നോക്കി 20 ഗൈസ്.